ഇന്ന് നമ്മുടെ നാട്ടിൽ ക്രെഡിറ്റ് കാർഡുകളൊക്കെ വളരെ പോപ്പുലറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്നും ക്രെഡിറ്റ് കാർഡ് എടുത്തിരിക്കുന്ന പല ആളുകൾക്കും അതിൻ്റെ ഡ്യൂ ഡേറ്റും അല്ലെങ്കിൽ എമൗണ്ട് പേ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ പല വീഡിയോസിലും എനിക്ക് കമൻസിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചതുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് മികച്ച രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്. ദിസ് ഈസ് അലക്സ് ജേക്കബ്. എന്താണ് ക്രെഡിറ്റ് കാർഡ്? അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു റിവോൾവിംഗ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു റിവോൾവിംഗ് ക്രെഡിറ്റിനെയാണ് ബേസിക്കലി ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതുക്കി വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലോണായിട്ട് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡുകളെ മനസ്സിലാക്കാം. ഏതൊരു ലോൺ എടുക്കുമ്പോഴും നമുക്കറിയാം ആ ലോണിന് നമുക്കൊരു എലിജിബിലിറ്റി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ലോൺ ബാങ്ക് പാസ്സാക്കി തരുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോഴും അവരൊരു എലിജിബിലിറ്റി ചെക്ക് അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഈട് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമ്മൾ ഈടായിട്ടൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ലോണുകൾ ക്രെഡിറ്റ് കാർഡ് പ്രോസസ്സ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം, അതുപോലെ നിങ്ങളുടെ സിബിൽ സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിലുള്ള ഒരാളെ സംബന്ധിച്ച് ബാങ്കുകൾ വളരെ പെട്ടെന്ന് ക്രെഡിറ്റ് കാർഡ് പ്രോസസ്സ് ചെയ്യും. അതുപോലെ തന്നെ വലിയൊരു എമൗണ്ട് ക്രെഡിറ്റ് കാർഡിന് ലിമിറ്റായിട്ട് കൊടുക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഇതൊക്കെ ഒരു അല്പം കുറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ബാങ്കുകൾ ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് പല ക്രെഡിറ്റ് കാർഡുകളും പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ലോൺ കൊടുക്കുന്ന എമൗണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനെ പല കാര്യങ്ങളിലും ഈ പറയുന്ന പാരാമീറ്ററിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിച്ചു എന്ന് വിചാരിക്കുക. ഇനി എങ്ങനെയാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്? ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പറും അതുപോലെ അതിൻ്റെ പുറകിലുള്ള CVV നമ്പർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആമസോണിൻ്റെ വെബ്സൈറ്റിലോ ഫ്ലിപ്കാർട്ടിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ എന്ത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിനും നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള CVV നമ്പറെല്ലാം ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ബാങ്കിലെ ഡെബിറ്റ് കാർഡ് പോലെ നിങ്ങൾ ഇതിനെ അശ്രദ്ധമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഈ ഒരു നമ്പർ കിട്ടിയാൽ തന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിന് നിങ്ങളുടെ ഒരു OTP അയക്കാതെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൺസെൻറ്റ് ഇല്ലാതെ പോലും ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ POS മെഷീനിൽ നമ്മൾ നോർമൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബില്ല് പേ ചെയ്യാനൊക്കെ പലപ്പോഴും നമ്മുടെ ഡെബിറ്റ് കാർഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേ സെയിം ഓപ്ഷനായിട്ടും നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡിനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡ് പോലെ തന്നെ ഇരിക്കും. അതിൻ്റെ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ അത് സ്വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബില്ല് പേ ചെയ്യാനായിട്ടും ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാം. മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡെബിറ്റ് കാർഡുകളെ പോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചും ATMൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പല ആളുകൾക്ക് ഇപ്പം തോന്നുന്നുണ്ടായിരിക്കും ഇതൊരു നല്ല ഓപ്ഷൻ ആണല്ലോ, അപ്പോൾ ഇത്തരത്തിലൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എനിക്ക് വലിയൊരു എമൗണ്ട് ATMൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് വരട്ടെ. കാരണം ഒന്ന്, അതിനകത്തൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. 2, വളരെ ഉയർന്ന പലിശയാണ് നിങ്ങൾ ഇത്തരത്തിൽ പൈസ പിൻവലിച്ച് കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അബദ്ധത്തിലാണെങ്കിൽ പോലും ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തിരിഞ്ഞു പോകരുത്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പരമാവധി ATM വിഡ്രോവൽ ഒഴിവാക്കുക. വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ATM കാർഡ് വിഡ്രോവൽ ഫെസിലിറ്റി പോലെ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ATMൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കേസുകളിൽ അത് പരമാവധി ഒഴിവാക്കുക. ക്രെഡിറ്റ് കാർഡിൻ്റെ 5 അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ക്രെഡിറ്റ് കാർഡ് നമ്പർ. അതൊരു 16 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അപ്പോൾ സാധാരണ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടുമ്പോൾ അതിനകത്തൊരു മാസ്റ്റർ കാർഡോ വിസ കാർഡോ ഒക്കെ ആയിരിക്കും. ഡിഫറൻറ്റ് കമ്പനികളാണ് എന്നുള്ളതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ്. അപ്പോൾ ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് നമ്പറിന് ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഡെബിറ്റ് കാർഡ് പോലെയല്ല, ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് മറ്റൊരാളുകൾക്ക് ഹാക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് വളരെ പരസ്യമായിട്ട് ആളുകൾ
കാണുന്ന സ്ഥലത്ത് ഇത്തരം നമ്പറുകൾ എഴുതിയിടാതിരിക്കുക, അതുപോലെ തന്നെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാതിരിക്കുക ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്പറാണ് ക്രെഡിറ്റ് കാർഡ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഉണ്ടാകുന്നത് അതിൻ്റെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേരായിരിക്കും, പിന്നെ സ്റ്റാർട്ട് ഡേറ്റ്, അതുപോലെ തന്നെ എൻഡ് ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡേറ്റിന് ശേഷം ആ കാർഡ് ഇന്നാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ആ കാർഡ് അപ്ഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതുക്കി വേറൊരു കാർഡാക്കി മാറ്റുകയോ ചെയ്യേണ്ടതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡിലെ ഒരു പാരാമീറ്ററാണ് അതിൻ്റെ CVV നമ്പർ എന്ന് പറയുന്നത്. കാർഡ് പുറകിലോട്ട് തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റുന്ന 3 അക്കമുള്ള ഒരു നമ്പറാണ് CVV നമ്പർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു പേഴ്സണൽ നമ്പറാണ്. കാർഡ് നമ്പർ ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്കിന് കാണാനായിട്ട് സാധിക്കും, CVV നമ്പർ ബാങ്കിന് കാണാൻ സാധിക്കില്ല. അത് എപ്പോഴും അതിൻ്റെ കസ്റ്റമർക്ക് മാത്രം കാണാൻ പറ്റുന്ന രഹസ്യ സ്വഭാവമുള്ള ഒരു പിന്നാണ്. അതുകൊണ്ട് ഒരിക്കലും CVV നമ്പർ എന്ന് പറയുന്നത് ആർക്കും ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. ഈവൻ ബാങ്കിൽ നിന്ന് പോലും ഒരു റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ വിളിക്കുകയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും കോള് വരികയാണെങ്കിൽ പോലും ഈ CVV നമ്പർ നിങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്, കാരണം അത് നിങ്ങൾക്ക് മാത്രം അറിയാൻ സാധിക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് നമ്പറും അതുപോലെ തന്നെ CVV നമ്പറും അല്പം രഹസ്യ സ്വഭാവമുള്ളതായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് റിസീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന 2 എമൗണ്ടുകളാണ്. ഒന്ന് മിനിമം ഡ്യൂ എമൗണ്ടും ടോട്ടൽ ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പെനാൽറ്റി ഒഴിവാക്കി നിങ്ങൾക്ക് അടയ്ക്കേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ എമൗണ്ടാണ് മിനിമം ഡ്യൂ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന മുഴുവൻ തുകയും, നിങ്ങൾ തിരിച്ചടക്കേണ്ടുന്ന മുഴുവൻ തുകയാണ് ടോട്ടൽ ഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളും ഈ മിനിമം ഡ്യൂ മാത്രം അടച്ചു പോകുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള രീതിയാണ്. കാരണം മിനിമം ഡ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ആകെ അടയ്ക്കേണ്ടുന്നതിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ഈ മിനിമം ഡ്യൂ മാത്രം അടച്ചു പോയി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ തിരിച്ചടക്കേണ്ടുന്ന അത്രയും തുകയ്ക്ക് നിങ്ങൾ പലിശയുടെ പുറത്ത് പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ വഴിയുണ്ടെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് വരുമ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ടോട്ടൽ ഡ്യൂ എത്രയാണോ അത് മുഴുവനായിട്ടും നിങ്ങൾ പേ ഡേറ്റിന് മുന്നേ കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസം വൈകുന്നതിനും ദിവസക്കണക്കിനാണ് ക്രെഡിറ്റ് കാർഡിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മാസക്കണക്കിനോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ അല്ല അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. ഓരോ ദിവസം വൈകുന്നതിനും നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് റിസീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനകത്തുള്ള മിനിമം ഡ്യൂ നോക്കാതെ ടോട്ടൽ ഡ്യൂ എത്രയാണോ ആ എമൗണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡിലേക്ക് തിരിച്ചടയ്ക്കുക. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരു ഹൗസ് ലോൺ എടുക്കുമ്പോൾ കിട്ടുന്ന 7% മുതൽ 8% പലിശയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ വരുന്ന 13%, 14% പലിശയോ അല്ല ഒരു ക്രെഡിറ്റ് കാർഡിന് നിങ്ങൾ ഒരു വർഷത്തിൽ കൊടുക്കേണ്ടി വരുന്ന പലിശ എന്ന് പറയുന്നത്. 35% മുതൽ 45% വരെ പലിശയാണ് ക്രെഡിറ്റ് കാർഡിന് ബാങ്കുകൾ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടവ് വൈകിയാൽ പോലും നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് വലിയൊരു എമൗണ്ടാണ്. അത് 1-2 മാസത്തെ നിങ്ങൾ മുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടക്കേണ്ടി വരുന്ന പലിശ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ചിലവാക്കിയതിനേക്കാൾ കൂടുതലാണ്. അടുത്തത് പേ ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിൽ നമ്മൾ ഒരു മാസത്തിലെ 11-ാം തീയതി മുതൽ അടുത്ത മാസം 10-ാം തീയതി വരെ ഉപയോഗിച്ച ക്രെഡിറ്റ് കാർഡിൻ്റെ എക്സ്പെൻസസിന് 10-ാം തീയതി ബില്ല് ജനറേറ്റ് ചെയ്ത് നമുക്ക് ബാങ്ക് തരുന്നതായിരിക്കും. ആ എമൗണ്ട് നമ്മൾ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് അവരൊരു 20 ദിവസത്തെ ഗ്രേസ് പീരീഡ് നമുക്ക് തരുന്നുണ്ട്. ആ 20 ദിവസം കഴിയുമ്പോഴുള്ള ഡേറ്റ് എന്നാണോ അതായിരിക്കും നമ്മുടെ പേ ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ആ ഒരു ദിവസത്തിന് മുമ്പെങ്കിലും നിങ്ങൾ ആ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. ഒരു ദിവസം വൈകിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചടക്കേണ്ടുന്ന എമൗണ്ടിന് ഇൻട്രസ്റ്റ് കയറാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ATMൽ നിന്ന് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യുമ്പോൾ വളരെ വലിയൊരു ഇൻട്രസ്റ്റാണ് ബാങ്കുകൾ ചാർജ് ചെയ്യുന്നത്. ഒരു സർവീസ് ഫീയും അതിൻ്റെ കൂടെ അവർ വരുന്നുണ്ട്. അപ്പോൾ ഈ സർവീസ് ഫീ എന്ന് പറയുന്നത് നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു തുക അവർ സർവീസ് ഫീ ആയിട്ട് പിടിക്കുക. അതായത് സാധാരണ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ആരും ATM വിഡ്രോവൽ ചെയ്യാറില്ല. അങ്ങനെ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒരുപോലെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അറിയാതെ പലപ്പോഴും ATMൽ പോയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പൈസ പിൻവലിക്കാറുണ്ട്. അങ്ങനെ പിൻവലിക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ 500 രൂപ മുതൽ 800 രൂപ വരെ സർവീസ് ചാർജ് പോലെ അവർ ഈടാക്കാറുണ്ട്. അതിൻ്റെ കൂടെ അവരൊരു ബില്ലും ജനറേറ്റ് ചെയ്ത് നമുക്ക് ഈ 10-ാം തീയതി തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 10-ാം തീയതി നിങ്ങൾക്ക് ബില്ല് ജനറേറ്റ് ചെയ്തിട്ട് സാധാരണ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകളുടെ വിചാരം ഈ 10-ാം തീയതി കിട്ടിയ ബില്ല് അടുത്ത 20 ദിവസം കഴിഞ്ഞിട്ട് അടച്ചാൽ മതിയല്ലോ എന്നുള്ളത്. പക്ഷേ ATM വിഡ്രോവൽ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു കേസിൽ മാത്രമാണ് ഞാൻ പറയുന്നത്, ATM വിഡ്രോവൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നാണോ നിങ്ങളുടെ ബില്ല് ജനറേറ്റ് ചെയ്ത് അന്ന് തന്നെ നിങ്ങൾ മുഴുവൻ തുകയും തിരിച്ചടയ്ക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ബിൽ ഡേറ്റ് കഴിഞ്ഞ് നിങ്ങൾ വൈകുന്ന ഓരോ ദിവസത്തിനും നിങ്ങളുടെ ATM വിഡ്രോവലിന് നിങ്ങൾ ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ATM വിഡ്രോവൽ പരമാവധി ഒഴിവാക്കുക. ഇൻ കേസ് അബദ്ധവശാൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്
ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിൽ ഡേറ്റ് എന്നാണോ അന്ന് തന്നെ മുഴുവൻ തുകയും തിരിച്ചടച്ചിട്ട് ഈ പലിശ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള ബാധ്യതകളും ഇല്ലാതെ വളരെ സുഖമായിട്ട് 50 ദിവസത്തേക്ക് നിങ്ങളുടെ ലോൺ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ, നിങ്ങൾ ലോണുകൾ പുതുക്കി വെക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് പൈസ റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ക്രെഡിറ്റ് കാർഡ്. ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾക്ക് ഇതിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൂള് വേറെ ഇല്ല. ഇനി എനിക്ക് പറയാനുള്ളത് 2 എക്സാമ്പിളാണ്. കാരണം ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഏകദേശം ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെപ്പറ്റി ആളുകൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ തരും. ഇനി വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് 2 എക്സാമ്പിളിലൂടെയും കൂടെ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഒരു മാസം 10,000 രൂപയ്ക്ക് നിങ്ങൾ ആമസോണിൽ നിന്ന് എന്തോ വാങ്ങുന്നു. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിയപ്പോൾ നിങ്ങൾ 10,000 രൂപ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്തു. അപ്പോൾ ഈ ഒരു 10,000 രൂപയുടെ ബില്ല് നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്ത മാസം 10-ാം തീയതി ആയിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ എമൗണ്ട് തിരിച്ചടച്ചാൽ മതി. അപ്പോൾ 10,000 രൂപയ്ക്ക് നിങ്ങൾ എപ്പോഴാണോ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഈ 10,000 രൂപ കുറയ്ക്കും. ബാക്കിയുള്ള 40,000 രൂപ മാത്രമേ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചർ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം. ഇനി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനത്തിൻ്റെ വില 50,000 രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങാനായിട്ട് പറ്റില്ല. 70,000 രൂപയുടെ ഒരു ലാപ്ടോപ്പ് ഒരിക്കലും 50,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ബാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്ന എമൗണ്ട് കുറഞ്ഞാണ് വരുന്നത്. അത് നിങ്ങൾ തിരിച്ചടച്ചാൽ മാത്രമേ പിന്നീട് ആ എമൗണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത മാസം നിങ്ങൾക്ക് ബില്ല് വരുമ്പോൾ നിങ്ങൾ ഈ 10,000 രൂപ തിരിച്ചടച്ചാൽ വീണ്ടും നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് തിരിച്ച് ലിമിറ്റ് 50,000 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ 50,000 രൂപ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതാണ് എക്സാമ്പിൾ നമ്പർ 1. ഇനി നമുക്ക് എക്സാമ്പിൾ നമ്പർ 2 കൺസിഡർ ചെയ്യാം. അവിടെ നമ്മൾ നോക്കുന്നത് ഒരു EMI ആയിട്ട് ബില്ല് പേ ചെയ്യുന്ന ഒരു കേസാണ്. ഒരാൾ ഒരു ഫോൺ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 50,000 രൂപയുള്ള അതേ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അദ്ദേഹം 12,000 രൂപ വില വരുന്ന ഒരു ഫോൺ വാങ്ങുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് EMI ആയിട്ടാണ് വാങ്ങേണ്ടത്. അദ്ദേഹം അത് EMI ആയിട്ട് തന്നെ വാങ്ങുന്നു. അപ്പോൾ EMI ആയിട്ട് വാങ്ങുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് 2,000 രൂപ വെച്ച് 6 മാസം കൊണ്ട് അടച്ചു തീർക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 12,000 രൂപയ്ക്ക് ഫോൺ വാങ്ങുന്ന അതേ നിമിഷം തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഈ 12,000 രൂപ കുറയുകയും ബാക്കി നമുക്ക് ഉപയോഗിക്കാവുന്ന തുക എന്ന് പറയുന്നത് 38,000 രൂപയായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഇത് തിരിച്ചടയ്ക്കുന്നത് വരെ ആ ഒരു കസ്റ്റമറിന് 38,000 രൂപ മാത്രമേ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത മാസം അദ്ദേഹത്തിൻ്റെ EMI തുകയായ 2,000 രൂപ അടയ്ക്കുമ്പോൾ കാർഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 40,000 രൂപയായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള അത്രയും 10,000 രൂപയും അടുത്ത മാസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ അദ്ദേഹം 2,000 രൂപ വെച്ച് അടയ്ക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇനി EMI എടുക്കുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ എടുക്കുന്ന എമൗണ്ട് അല്ല സാധാരണ നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരുന്നത്. പലപ്പോഴും അതിൻ്റെ കൂടെ ബാങ്കിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റും അതിന് ഒരു GSTയും കൂടെ നിങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് EMI ആയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഒരിക്കലും വാങ്ങുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ എന്ത് സർവീസാണോ നിങ്ങൾ എടുക്കുന്നത്, പേ ചെയ്യുന്നത്, ആ എമൗണ്ട് മാത്രമല്ല തിരിച്ചടയ്ക്കുന്നത്, അതിൻ്റെ കൂടെ പലിശയും അതിൻ്റെ പുറത്തുള്ള GSTയും നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഈ 12,000 രൂപയുടെ ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരിച്ചടച്ച് വരുമ്പോൾ അത് 12,500 12,600 ഒക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി EMI ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഈ ഒരു കാർഡ് നമ്മൾ മാക്സിമം ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ഒരു എക്സ്പെൻസസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ EMIയിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയല്ല. പക്ഷേ ഒരു 90% ആളുകളും EMIയിൽ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്തരം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുകയും പലപ്പോഴും അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ള ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ലെങ്തിയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ മാക്സിമം പറയാൻ ശ്രമിച്ചു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.